ന്യൂ ഇയർ കൂടി തുടങ്ങുന്നതിന് മുമ്പ് ക്രിസ്മസിന്റെ കണക്ക് വന്നു. ക്രിസ്മസ് തലേന്നും ക്രിസ്മസ് ദിനത്തിലും കേരളത്തിൽ നടന്നത് റെക്കോർഡ് മദ്യവിൽപ്പന. മലയാളി കുടിച്ചത് 152 കോടിയുടെ മദ്യമാണെന്ന് ബിവറേജസ് കോർപ്പറേഷൻ. കഴിഞ്ഞ വർഷത്തേക്കാൾ 4-1 വളർച്ച. എന്നുവെച്ചാൽ 30 കോടിക്ക് കൂടി ഇത്തവണ കുടിച്ചു. ന്യൂ ഇയർ ആഘോഷത്തിലും വളർച്ച മോശമാവില്ല. റബ്ബറിന്റെ ഇലാസ്തികത പോലെയാണ് കർഷകന്റെ സന്തോഷ സങ്കടങ്ങൾ. പുതുവർഷത്തിൽ വീണ്ടും സങ്കടത്തിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക്. ആഭ്യന്തര അന്താരാഷ്ട്ര വിലകൾ ഒരുപോലെ ഇടിഞ്ഞു. ചെറുകിട കച്ചവടക്കാർക്ക് ശരാശരി 180-183 രൂപയ്ക്ക് മതി ചരക്ക്. ആഴ്ചയിൽ 70 മണിക്കൂർ ജോലിയെന്ന ഇൻഫോസിസ് സഹസ്ഥാപകൻ നാരായണമൂർത്തിയുടെ അഭിപ്രായത്തോട് വിയോജിച്ച് കൂടുതൽ പ്രമുഖർ. വലിയൊരു ജനവിഭാഗത്തെ ഏകാന്ത വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടാനായി ഇത്തരത്തിൽ പണിയെടുക്കണമോ എന്ന് സോഹോ സിഇഒ ശ്രീധർ വെമ്പു. കഠിനാധ്വാനം ചെയ്ത ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ജനന നിരക്ക് കുറഞ്ഞും മറ്റും ഇന്ന് അനുഭവിക്കുകയാണെന്ന് വെമ്പു. രൂപയുടെ മൂല്യം തകർച്ചയിൽ പുതിയ റെക്കോർഡിട്ടു. വിനിമയ നിരക്ക് $1 85.70 വരെ എത്തി. 2023 ഫെബ്രുവരിക്ക് ശേഷം ഒറ്റ ദിവസം ഏറ്റവും കൂടുതൽ താഴ്ന്നത് ഇന്ന്. മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ. വിലാപയാത്ര AICC ആസ്ഥാനത്ത് നിന്ന് രാവിലെ 9:30. സാമ്പത്തിക പരിഷ്കരണത്തിലൂടെ ഇന്ത്യയെ വലിയ മാറ്റത്തിലേക്ക് നയിക്കുകയും 10 വർഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം വഹിക്കുകയും ചെയ്ത സൗമ്യ പ്രതിഭയാണ് വിടവാങ്ങുന്നത്. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.